ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ അതിനൊരു മുമ്പ് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് ചോദിക്കാൻ തോന്നുന്നു. നല്ല ചോദ്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ചോദിക്കാൻ തോന്നുന്നു. ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം ഇഷ്ടമാണോ? അല്ലേ? കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് പറയണമെന്നുണ്ട്, പക്ഷേ അടുത്തിരിക്കുന്നു വീട്ടുകാർ, എങ്ങനെ പറയും? അല്ലേ? ഇഷ്ടമാണോ? മൊത്തം ഇഷ്ടമാണോ? അല്ല, കുറെ ഇഷ്ടമല്ല, കുറെ ഇഷ്ടമാണ്. അല്ലേ? ഇടയ്ക്കിടയ്ക്ക് വീട്ടുകാർ ചോദിക്കും, നീ എന്താ ഇങ്ങനെ? ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാർ ചോദിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നെ തോന്നുന്നു, ഞാൻ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ചില കാര്യങ്ങൾ നമ്മളെ നശിപ്പിക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ, നമ്മുടെ നിയന്ത്രണത്തിൽ പോലും കിട്ടാതെ ചില കാര്യങ്ങൾ നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. ഈ ശുശ്രൂഷ സമയത്ത് ഈ അഭിഷേക നിറവിന്റെ അനുഗ്രഹ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനെന്നറിയോ? നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഉള്ളിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന നമ്മുടെ ചില കുറവുകളെ കണ്ടെത്തി പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ വിശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കണമെങ്കിൽ ഒരു വ്യക്തി സ്വീകരിച്ചിരിക്കേണ്ട അടിസ്ഥാനപരമായ സൗഖ്യം നിന്റെ ഉള്ളിലാണ്, ആന്തരിക സൗഖ്യമാണ്. വലതുകര ഉയർത്തി ഉച്ചത്തിൽ പറ ഹല്ലേലൂയാ. നമുക്കൊരു വചനം പഠിക്കാം. പത്രോസ്ലീഹായുടെ ലേഖനം, പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 24-ാം തിരുവചനം നമ്മൾ വായിച്ചു പഠിക്കുന്നു. 1 Peter chapter 2 verse 24. പത്രോസിന്റെ 1-ാം ലേഖനം, ബൈബിൾ ഉള്ളവർ തുറക്കണം, എന്നിട്ട് അത് കണ്ടുപിടിച്ച്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനം. നമുക്കറിയാവുന്നൊരു വചനമാണ്, പെട്ടെന്ന് പഠിക്കാം. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയാ. യേശു ഏറ്റ മുറിവിനാൽ, യേശു സഹിച്ച വേദനകളാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാനും നീയും സ്വഭാവത്തിൽ വിശുദ്ധീകരണം സ്വീകരിക്കുന്നു. അവന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയാ. യേശുവിന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു. ഓരോ വ്യക്തിയും സ്വയം അതേറ്റു പറഞ്ഞ്, യേശുവിന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു. വിശ്വസിച്ച് പറഞ്ഞ്, യേശുവിന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിൽ കുറേയധികം കുറവുകളുണ്ട്. ഈ കുറവുകൾക്ക് ചില കാരണങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ആന്തരിക മുറിവ് എന്ന് പറയുന്നത്. ഈ മുറിവ് നമ്മുടെ ഉള്ളിലാണ്. ശരീരത്തിന് ഉണ്ടാവുന്ന വേദനയാണോ, മനസ്സിൽ ഉണ്ടാവുന്ന വേദനയാണോ വേദന കൂടുതൽ ഉണ്ടാക്കുന്നത്? ഏതാ? ഒന്ന് പറഞ്ഞേ. ഇപ്പൊ ശരീരത്തിന് നമുക്ക് ഒത്തിരി വേദനകൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും. അതാണോ നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ആ മുറിവാണോ നമുക്ക് വേദന കൂടുതൽ ഉണ്ടാക്കുന്നത്? ഉള്ളിൽ. കാരണം എന്താ? എന്താ ഈ വേദന കൂടുതൽ ഉണ്ടാക്കാൻ കാരണം നിന്റെ ഉള്ളിലുള്ള വേദന, നിന്റെ ഉള്ളിലുള്ള മുറിവ്, അതിൻ്റെ ആഴവും അതിൻ്റെ അവസ്ഥയും പുറത്തുള്ള ഒരാൾക്ക് മനസ്സിലാകത്തില്ല. പിടികിട്ടുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ കൈയൊടിഞ്ഞു, വീട്ടുകാർ കണ്ട് സഹതാപം, പാവ അത് കൈയൊടിഞ്ഞു, അതിനെ ഒന്ന് സഹായിക്കണം. പനി പിടിച്ചു, പാവ അതിനെ ഒന്ന് സഹായിക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിട്ടും. പക്ഷേ നിന്റെ മനസ്സിൽ നീ അനുഭവിക്കുന്ന മുറിവുകൾ, അത് പുറത്ത് ഒരു മനുഷ്യന് പോലും മനസ്സിലാകത്തില്ല. അത് നിന്റെ ഉള്ളിലാണ് നീ അത് ഇങ്ങനെ അനുഭവിക്കുന്നത്. എന്താ കുഴപ്പമെന്നറിയോ? ഈ മുറിവ് അകത്തിരുന്ന് അത് അസ്വസ്ഥപ്പെടുത്തി ആ വ്യക്തിയുടെ സ്വഭാവത്തെ മുഴുവൻ നശിപ്പിച്ചു കളയും. ഇവിടെ ഈശോ ഈ അഭിഷേക നിറവിന്റെ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ എനിക്കും നിനക്കും നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണെന്നറിയോ? യേശു ഏറ്റ അടികളാൽ, മുറിവിനാൽ നിന്റെ ഉള്ളിലുള്ള എല്ലാ മുറിവിനെയും സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും പലതരത്തിൽ മുറിവുകൾ ഏറ്റവരാണ്. സംശയമുണ്ടോ? ഒരു സംശയവും വേണ്ട. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പലതരത്തിലുള്ള മുറിവുകൾ നമ്മൾ അനുഭവിക്കുന്നവരാണ്.
നിങ്ങളൊരു വചനം വായിച്ചോളൂ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 10. വളരെ പരിചിതമായ ഒരു വചനമാണ്. പെട്ടെന്നൊന്ന് വായിച്ചേ. റോമാ 3:10. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായ ആരുമില്ല, ഒരുവൻ പോലുമില്ല. മനസ്സിലാവുന്നുണ്ടോ? മുറിവേൽക്കാത്തതായി ഒരുവൻ പോലുമില്ല. ജീവിതത്തിൽ കുറവുകൾ ഇല്ലാത്തവരായി ഒരുവൻ പോലുമില്ല. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ തുല്യ ദുഃഖിതരാണ്. പറഞ്ഞേ ആമേൻ. ആമേൻ. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ. അതായത് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും തന്നെ ഈ വിഷയത്തിൽ തുല്യ ദുഃഖിതരാണ്. കാരണം ജനിച്ചു വളർന്ന ആ വീടിന്റെ പശ്ചാത്തലം മുതൽ നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അനേക തരത്തിലുള്ള മുറിവുകൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുകയാണ്. പലതരത്തിലുള്ള അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ മുറിവുകൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സ്വഭാവത്തിൽ ഇത് ശക്തമായി പ്രകടമാകുന്നു. ഇവിടെ ഇരിക്കുന്നതല്ല നിങ്ങളുടെ ഒറിജിനൽ സ്വഭാവം. ഒറിജിനൽ സ്വഭാവം അനുഭവിക്കണമെങ്കിൽ എവിടെ വരണം? നിങ്ങളുടെ കൂട്ടത്തിൽ വീട്ടിലോട്ട് വന്നാൽ മതി, കാണാം പൂരം അല്ലേ? ഈ അവസ്ഥയൊന്നും അല്ല. ഇവിടെ ഇരിക്കുമ്പോൾ ദൈവമേ അയ്യോ കണ്ടു കഴിഞ്ഞാൽ തൊട്ടുമുത്താൻ തോന്നും. അതുപോലെയാണ് ചിലരുടെ ഇരിപ്പ്. ഇതല്ലല്ലോ സത്യം, ഇതല്ലല്ലോ നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവ രീതി. നമ്മുടെ ഉള്ളിലുള്ള ചില സ്വഭാവ രീതികൾ പുറത്തു വരുന്നത് എപ്പോഴാ? ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ചില സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ പുറത്തോട്ട് കടന്നു വരും. നമ്മളെ വല്ലാണ്ട് ഭാരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേരളത്തിന് പുറത്ത്, ഒത്തിരി ദൂരമല്ല, കേരളത്തിന് പുറത്ത് തന്നെയുള്ള ഒരു മലയാളി പള്ളി, മലയാളികളുടെ ഒരു കൂട്ടായ്മയുള്ളൊരു പള്ളിയാണ്. അവിടെ ഒരു ധ്യാനത്തിന് ചെന്ന അവസരത്തിൽ ഒരു ചെറുക്കനും പെണ്ണും, ഭാര്യയും ഭർത്താവുമാണ്, അവർക്ക് 2 കുഞ്ഞുങ്ങളൊക്കെയുണ്ട്. അവർ വന്നിട്ട് സങ്കടം പറഞ്ഞു, അച്ഛാ വീട്ടിൽ സ്വസ്ഥതയില്ല. ഞാൻ ചോദിച്ചു, എന്താ സ്വസ്ഥതയ്ക്ക് കുഴപ്പം? നിങ്ങൾ തമ്മിൽ വഴക്കാണോ? ഞങ്ങളല്ല വഴക്കുണ്ടാക്കുന്നത്. ചെറുക്കൻ പറഞ്ഞു, അച്ഛാ അമ്മ പ്രശ്നം, അച്ഛാ അമ്മ പ്രശ്നത്തിലാണ്. എന്നിട്ട് ഈ ചെറുക്കൻ എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ അവസ്ഥ വിജാഗിരിയുടെ അവസ്ഥയാണ്. വിജാഗിരി എന്ന് പറഞ്ഞാൽ അറിയോ? വിജാഗിരി ഏതാ? ആ വാതിലിന് കട്ടിലിന് പടിക്ക് ഇടയ്ക്കിടയ്ക്കിരിക്കുന്ന ആ വിജാഗിരി ഇല്ലേ? ഞാൻ ചോദിച്ചു, നീ എന്താടാ വിജാഗിരിയുടെ അവസ്ഥ? അതെ അച്ഛാ, ഞാൻ ഇതിന്റെ 2ന്റെ നടുക്കിരുന്ന് ഞെരുങ്ങുന്നു. ഞാൻ ചോദിച്ചു, ഏതാ ഈ 2? ഒന്ന് എൻ്റെ അമ്മ, മറ്റൊന്ന് എൻ്റെ ഭാര്യ. 2ന്റെ നടുക്കിരുന്ന് ഞാൻ ഞെരുങ്ങുന്നു. എന്നിട്ട് ഇവൻ തന്നെ പറഞ്ഞു, അച്ഛാ ഞാൻ ഇവളെ കല്യാണം കഴിച്ചു, പക്ഷേ അതിനുശേഷം സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് എൻ്റെ അമ്മ സമ്മതിക്കുകയല്ല അച്ഛാ, എൻ്റെ അമ്മ സമ്മതിക്കുകയല്ല. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉള്ളതല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ മനസ്സിലായിട്ടുണ്ടോ? എന്താ അമ്മയ്ക്ക് ഇങ്ങനെ പെരുമാറാൻ കാരണം? അച്ഛാ അമ്മ ഇങ്ങനെ പെരുമാറാൻ കാരണമുണ്ട്. പെണ്ണ് പറയുക, ഈ പെണ്ണ് അത്യാവശ്യം പഠിച്ചിട്ടുണ്ടൊക്കെ ഉണ്ട്. ഈ അമ്മേനെയും ഈ പെണ്ണ് പഠിച്ചു. ഈ പെണ്ണ് പറയാ, അച്ഛാ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഈ വീട്ടിലോട്ട് വന്നു. ഈ വീട്ടിലോട്ട് വന്ന ആദ്യ നാളുകളിൽ, പ്രത്യേകിച്ച് അച്ഛാ അതെൻ്റെ മധുവിധുവിൻ്റെ നാളുകളാ, രാത്രി 11-12 മണി വരെ എന്നെ അടുക്കളയിൽ നിർത്തി പാത്രം കഴുകിപ്പിക്കും. എന്നെ വിടത്തില്ല അച്ഛാ അങ്ങോട്ട്. എൻ്റെ ഭർത്താവിൻ്റെ മുറിയിലോട്ട് വിടത്തില്ല. എൻ്റെ ഭർത്താവ് എന്നെ നോക്കി കുറേ നേരം ഇരുന്ന് കടന്നുറങ്ങിപ്പോവും. അച്ഛാ അന്നൊക്കെ എനിക്ക് എൻ്റെ അമ്മയോട് ഭയങ്കരമായ അരിശം, ഭയങ്കരമായ ദേഷ്യം എന്ന് മാത്രമല്ല അച്ഛാ, എൻ്റെ അമ്മയുടെ, അതായത് അമ്മായിയമ്മ സ്വഭാവ രീതികൾ അച്ഛാ വളരെ ഭാരപ്പെട്ടതാ. ചോദിച്ചു വന്നപ്പോഴാണ് ഈ പെണ്ണ് തന്നെ പറഞ്ഞത്, അച്ഛാ 18ാമത്തെ വയസ്സിൽ കേരളത്തിൽ ഇന്ന സ്ഥലത്ത് നിന്ന് കല്യാണം കഴിച്ച് ഈ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുവന്നതാ. 18ാമത്തെ വയസ്സിൽ, വർഷങ്ങളായി ഇപ്പൊ അവിടെ ജീവിക്കുന്നു. 18ാമത്തെ വയസ്സിൽ ഇന്ന സ്ഥലത്ത് വന്ന് ആ ജീവിതം ആരംഭിച്ച് ജീവിതത്തിന്റെ ദുരിതങ്ങളിലൂടെ കടന്നുപോയ സ്ത്രീയാണ് ഇന്നത്തെ ഈ അമ്മ. അതായത് അവരുടെ ജീവിതത്തിൽ ആയ കാലത്ത് അവർക്ക് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഭർത്താവിനോട് സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റിയ സാഹചര്യങ്ങളല്ലായിരുന്നു. ഇപ്പൊ എന്താ പ്രത്യേകത? തനിക്ക് കിട്ടാത്തതൊന്നും മറ്റുള്ളവർ ആസ്വദിക്കാൻ ഈ സ്ത്രീ സമ്മതിക്കുന്നില്ല. പിടികിട്ടിയോ? നിങ്ങളുടെ വീട്ടിലെയും ചിലരുടെ അവസ്ഥ ഇങ്ങനെ തന്നെ. വീട്ടിലെ മാത്രമല്ല, എൻ്റെയും നിങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെ. എനിക്ക് കിട്ടാത്തതൊന്നും നിനക്കും കിട്ടണ്ട. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, അത് തന്നെ. ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഉറക്കം തൂങ്ങിയിരിക്കുന്നു. അതായത് ഈ അമ്മയുടെ പ്രത്യേകത, അമ്മ ജീവിതത്തിൽ ഏറ്റ മുറിവുകൾ, ആ മുറിവുകളും കൊണ്ട് നടന്നിട്ട് വീട്ടിൽ എന്താ അവസ്ഥ?
കല്യാണം കഴിച്ച് മകൻ്റെ ഭാര്യ വന്നു, അവരോട് അതേ മുറിവുകൾ കൊടുക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുപോലെ ഒന്ന് സന്തോഷിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കേണ്ടെന്ന്. എന്താ അർത്ഥം? മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. പറഞ്ഞേ, മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. അത് ഈ ലോക നിയമമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ വ്യക്തി അതിനു മുമ്പ് സമാനമായിട്ടുള്ള വിഷമങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തി ആയിരിക്കും. ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ആ മുറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു, മറ്റുള്ളവരെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശ്വസിക്കുന്നവരെ വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ലോക രീതിയാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ചുറ്റുവട്ടത്തെ ലോകം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നീ മുറിവേറ്റ വ്യക്തിയാണോ, സ്വാഭാവികമായി മറ്റു വ്യക്തിയെ നീ മുറിവേൽപ്പിക്കും. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല എന്ന് പറയുന്ന സ്ഥലമാണ്. ചേർത്തല, അവിടെ അടുത്ത് കോക്കമംഗലം എന്ന് പറയുന്ന തോമസ് ലീഹായുടെ ഒരു ദേവാലയമുണ്ട്. അവിടെയാണ് എൻ്റെ ജന്മദേശം. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ചാലക്കുടിയിൽ നിന്ന് ചേർത്തലയ്ക്ക് ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി കയറി. ബസ്സിൽ അത്യാവശ്യം ആളുകൾ നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇരിക്കാൻ ഒരിടം വേണമല്ലോ എന്ന് കരുതിക്കൊണ്ട് 3 പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന ഒരു സീറ്റ് 2 ചേട്ടന്മാർ വിശാലമായിട്ടിരിക്കുന്നു. ഞാനപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയിരിക്കൂ. പുള്ളി എന്നെ ഇങ്ങനെ നോക്കി, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നീങ്ങത്തില്ല. ഞാൻ ചോദിച്ചു, അതെന്നാ ചേട്ടാ? ചേട്ടൻ ഇച്ചിരി നീങ്ങിയിരിക്കൂ. ഞാനൊരു ഷർട്ടും പാൻറ്റും ആയിട്ടിരിക്കുന്നു. അച്ഛനാണെന്നൊന്ന് അറിഞ്ഞുകൂടാ അയാൾക്ക്? അച്ഛനാണെങ്കിൽ ഒരിക്കലും എഴുന്നേക്കില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നീങ്ങത്തില്ല. ഞാൻ പറഞ്ഞു, എന്താ ചേട്ടാ ഇച്ചിരി നീങ്ങിയിരിക്കുന്നു? അതെ, ഞാൻ ഇന്നലെ ഇതുപോലെ യാത്ര ചെയ്തപ്പോൾ ഒരാളോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞപ്പോൾ നീങ്ങിയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് നീങ്ങത്തില്ല. ഇതെന്ത് നിയമം? ഞാൻ അത്ഭുതപ്പെട്ടു. മനസ്സിലാവണുണ്ടോ? ആ മനുഷ്യന് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ ഇതുപോലെ അയാൾ ഒരാളോട് നീങ്ങാൻ പറഞ്ഞപ്പോൾ നീങ്ങിയില്ല, അതുകൊണ്ട് ഇന്ന് അയാൾ നീങ്ങിയിരിക്കുന്നില്ലെന്ന്. അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന മുറിവാണ്. ആ മുറിവ് ഇയാൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നു. ഇത് ലോക നിയമമായിട്ട് നിൽക്കുമ്പോൾ, ഈ അഭിഷേക നിറവിന് വേണ്ടി ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ, ഈ കൂടാരം നിന്നെ പഠിപ്പിക്കുന്ന കാര്യം എന്തെന്നറിയോ? ഇവിടെയാണ് നീ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, സൗഖ്യം. അത് യേശുവിലൂടെയാണ്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ യേശുവിന്റെ പ്രത്യേകത? എന്റെ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ പ്രത്യേകത നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ മുറിവുകളെക്കാൾ അധികമായി യേശു അനുഭവിച്ചതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. നിങ്ങൾ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്ന ഏത് മുറിവും, ഏത് അവഗണനയും, ഏതൊറ്റപ്പെട്ട അനുഭവവും നിങ്ങളെടുത്ത് യേശുവിന്റെ മുമ്പിൽ വെച്ച് കുരിശോട് ചോദിക്കൂ. ആ കുരിശ് നിന്നോട് പറയുന്ന കാര്യം എന്താണെന്നറിയോ? നിന്നേക്കാൾ അധികമായി ഞാൻ അടികളേറ്റവനാണ്, നിന്നേക്കാൾ അധികമായി ഞാൻ ഒറ്റപ്പെട്ടവനാണ്, നിന്നേക്കാൾ അധികമായി ഞാൻ കളിയാക്കപ്പെട്ടവനാണ്. നിന്റെ ജീവിതത്തിലെ ഏത് മുറിവിനും സൗഖ്യം കിട്ടുന്നത് യേശുവിലാണ്. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ പറ ആമേൻ, 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 ആമേൻ. സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റ് എന്ന് പറയുന്ന ഒരു പുണ്യപ്പെട്ട ആത്മാവുണ്ട്, ബ്രിജിറ്റ് അമ്മ. ഈ ബ്രിജിറ്റ് അമ്മ ഒരു ദിവസം ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് കുരിശിലേക്ക് നോക്കിക്കൊണ്ട് യേശുവിന്റെ ധ്യാനിക്കുമ്പോൾ, യേശുവിന്റെ മുറിവുകളെ കുറിച്ച് ശക്തമായി വെളിപ്പെടുത്തൽ കിട്ടിയ ബ്രിജിറ്റ് അമ്മ എഴുതി വെച്ചിട്ടുണ്ട് 15 തരത്തിലുള്ളൊരു പ്രാർത്ഥനാ ശൈലി. അതിൽ ബ്രിജിറ്റ് അമ്മയ്ക്ക് ഇതാ സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ? ഈശോ 5430 അടികൾ ഏറ്റവനാണ്. എത്ര? 5430 അടികൾ ഏറ്റവനാണ്. യേശുവിന്റെ ശരീരത്തിൽ അത്രമാത്രം അടികളുണ്ട്. യേശുവിന്റെ ശരീരത്തിൽ കുരിശുമരണത്തോട് ചേർന്ന് ഈശോ അത്രമാത്രം 5430 അടികളേറ്റവനാണ് കുരിശിൽ കിടക്കുന്നത്. ഇത് വിശുദ്ധ ബ്രിജിറ്റ് അമ്മയ്ക്ക് കിട്ടിയ ഒരു സ്വർഗീയ ദർശനമാണ്. ഞാൻ ഇതിവിടെ പറയാൻ കാരണം, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതാണ് ഈ അഭിഷേക നിറവിന്റെ കൂടാരം സമ്മാനിക്കുന്നത്. നിന്റെ ജീവിതത്തില് ഇന്ന് കടന്നു പോകുന്ന ഏത് മുറിവിനും, ഏത് അവഗണനയ്ക്കും, ഏത് ഒറ്റപ്പെട്ട അനുഭവത്തിനും മുമ്പേ
കടന്നുപോയ ഒരുവനുണ്ട്, അവന്റെ പേരാണ് യേശു. ഉച്ചത്തിൽ പറഞ്ഞ് യേശുവേ, യേശുവേ, യേശുവേ. ഇതൊരു ആത്മീയ രഹസ്യമാണ്, എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ്? നിനക്ക് മുമ്പേ നീ സഹിക്കുന്ന വേദനകളേറ്റ് കടന്നുപോയ ഒരുവന്റെ പേരാണ് യേശു. നീ ഇന്ന് അനുഭവിക്കുന്ന ഏത് വേദനയും, ഏത് സഹനവും, ഏത് കണ്ണുനീരിനും കുരിശിൽ ഉത്തരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പില് ബക്കീത്ത എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സുഡാൻകാരിയായിട്ടുള്ള ഒരു പെണ്ണിന്റെ പേര് ഓർമ്മപ്പെടുത്തുകയാണ്. ബക്കീത്ത പറഞ്ഞേ, ബക്കീത്ത പറഞ്ഞേ, ബക്കീത്ത. സുഡാൻ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തിലെ ഒരു പാവപ്പെട്ട അടിമ പെണ്ണാണ് ആര്? ബക്കീത്ത. ബക്കീത്ത എന്നുള്ളത് ആക്ച്വലി അവളുടെ സ്വന്തം പേരല്ല, അടിമ പെണ്ണാണ്. പലരുടെയും കുടുംബത്തില് അടിമപ്പണി ചെയ്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു പാവപ്പെട്ട അടിമ പെൺകുട്ടി. ഈ പെണ്ണിന്റെ പേര് സത്യത്തിൽ ഈ പെണ്ണ് മറന്നുപോയെന്നാ പറയുന്നത്. കാരണം പല സ്ഥലങ്ങളിലായിട്ട് പല രീതികളിലാണ് ഈ പെണ്ണിനെ പലരും വിളിച്ചുകൊണ്ടിരുന്നത്. അവസാനം ഒരു മുതലാളിയുടെ വീട്ടിൽ ചെന്ന് യജമാനന്റെ അടുക്കൽ കീഴ്മപ്പെട്ട് അവിടെ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വിളിച്ച ഒരു അറബിക് പേരാണ് ബക്കീത്ത. ബക്കീത്ത എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭാഗ്യവതി, ഫോർച്യുനേറ്റ്, ലക്കി എന്നൊക്കെയാണ്. ഭാഗ്യവതി, എന്ത് ഭാഗ്യം! അടിമയാണ്. ഈ അടിമയ്ക്ക് എന്ത് ഭാഗ്യം! എന്നും മറ്റുള്ളവരാൽ അടികളേറ്റ് ജീവിതം മുഴുവൻ കണ്ണുനീരിൽ കഴിയുന്ന ബക്കീത്ത. സുഡാൻ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് അടിമച്ചന്തയിൽ ലേലം വിളിക്കപ്പെട്ട് ജീവിതകാലം മുഴുവൻ കരയാൻ വിധിക്കപ്പെട്ട ഒരു പെണ്ണ്. അങ്ങനെ ഈ പെണ്ണ് ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഒരു യജമാനന്റെ കൂടെ യാത്ര ചെയ്യവേ ഇവള് ഈ യജമാനന്റെ അടുക്കൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെട്ടു. ഈ പെണ്ണ് ഒളിച്ചോടി രക്ഷപ്പെട്ട് ഒരു ദേവാലയത്തിൽ ചെന്നാണ് അഭയം പ്രാപിക്കുന്നത്. ഇവള് ക്രിസ്ത്യാനിയല്ല, ഈശോയെക്കുറിച്ച് അറിഞ്ഞുകൂടാ, ഇവക്ക് ദേവാലയം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. ഒരു വലിയ കെട്ടിടത്തിൽ ചെന്ന് അവിടെ ചെന്ന് ഒരു കസേരയുടെ അടിയിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ആ പള്ളിയിലെ വികാരിയച്ഛൻ വന്ന് കണ്ടത്, ഇവിടെ ഒരു പെണ്ണിങ്ങനെ മറഞ്ഞിരിക്കുന്നു. അവളെ വിളിച്ചിട്ട് അവളോട് ചോദിച്ചു, നീ എന്താ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നു? അവള് പറഞ്ഞു, യജമാനനെ, ഞാൻ ഒളിച്ചോടി വന്ന ഒരു അടിമ പെണ്ണാണ്, എന്നെ പുറത്തോട്ട് വിടല്ലേ, അവര് കണ്ടാൽ എന്നെ തല്ലിക്കൊല്ലും. ഇപ്പൊ തന്നെ ഈ പെണ്ണിന്റെ പുറകുവശം മുഴുവൻ അടികളേറ്റ് അത്രമേൽ സഹിച്ചിരിക്കുന്ന പെണ്ണാണ്. പെണ്ണ് പറഞ്ഞു, എന്നെ പുറത്തോട്ട് വിടല്ലേ. അച്ഛൻ പറഞ്ഞു, വിഷമിക്കേണ്ട, നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം. ഈ പെണ്ണിനെയും കൊണ്ട് ഈ അച്ഛൻ നേരെ പള്ളിയിലേക്ക് അൾത്താരയുടെ മുമ്പിലോട്ട് കൊണ്ടുവന്നപ്പോൾ ഈ പെണ്ണ് സത്യത്തിൽ ഞെട്ടി. കാരണം എന്നാണെന്നറിയോ? ഇവൾ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു മനുഷ്യൻ കുരിശിൽ കിടക്കുന്ന കാഴ്ച. ഇവൾ അസ്വസ്ഥയായി. കാരണം ഇവൾ ജീവിക്കുന്ന സുഡാൻ എന്ന് പറയുന്ന രാജ്യത്ത് അടിമകളെ കൊല്ലുന്നത് കുരിശേൽ തറച്ചാണ്. ഇവള് ചിന്തിച്ചത് എന്താ? ഇവിടെയും രക്ഷയില്ലേ, ഇവിടെയും ദൈവമേ കുരിശേൽ തറച്ച് എന്നെ കേറ്റുവോ? ഇവൾ ഈ കുരിശെ നോക്കിക്കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ഇവൾ ഇതിന്റെ ഇടയ്ക്ക് അയാളോട് ചോദിച്ചു, അച്ഛനോട് ചോദിച്ചു, ഇതാരാ ഈ കുരിശെ കിടക്കുന്നേ? ഇതാരാ ഈ കുരിശെ കിടക്കുന്നേ? ഞങ്ങളുടെ നാട്ടില് ഇതുപോലെ കുരിശെ കിടക്കുന്ന അടിമയാണ്, അടിമയെ കൊല്ലുന്നത് കുരിശെ കയറ്റിയാണ്. അവിടെ ഇരിക്കുന്ന അച്ഛൻ പറഞ്ഞു കൊടുത്തു, അത് ഞങ്ങളുടെ ദൈവമാണ്. അപ്പൊ ഇവള് ചിരിച്ചോണ്ട് പറഞ്ഞു, ദൈവമോ? ദൈവം ഇങ്ങനെ കിടക്കുവോ? ദൈവം ഇങ്ങനെ കിടക്കുവോ? നിസ്സഹായനായിട്ട് ഒരു കുരിശേൽ കിടക്കുന്ന, രണ്ട് കരങ്ങളും കുരിശോട് ചേർത്ത് ആണികളാൽ അടിക്കപ്പെട്ട് ആകാശത്തിനും ഭൂമിക്ക് മധ്യേ വലിച്ചെറിയപ്പെട്ടവനെ പോലെ കിടക്കുന്ന ഇതെങ്ങനെ ദൈവമാകും? ഇത് അടിമയാണ്, ഇത് അടിമയാണ്, ദൈവമല്ല. അച്ഛൻ പറഞ്ഞു കൊടുത്തു, ശരിയാ, ഇത് നിങ്ങളുടെ അടിമയും ഞങ്ങളുടെ ദൈവവുമാണ്. ഇത് നിങ്ങളുടെ അടിമയും ഇത് ഞങ്ങളുടെ ദൈവവുമാണ്. ഈ പെണ്ണി കുരിശയെ നോക്കിക്കൊണ്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുരിശയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബക്കീത്ത എന്ന് പറയുന്ന പെണ്ണിന്റെ ജീവിതത്തിൽ വലിയ സൗഖ്യത്തിന്റെ ശക്തി ആരംഭിക്കുന്ന സമയമായിരുന്നു. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വികാരിയച്ഛൻ പറഞ്ഞു കൊടുത്തു, മോളെ ബക്കീത്തെ, ഈ കുരിശയിൽ കിടക്കുന്നവൻ 5430 അടികളേറ്റിട്ടുണ്ട്. അപ്പൊ ബക്കീത്ത പറഞ്ഞു, എന്റെ മുതുകത്തും അടികളുണ്ട്, പക്ഷേ എന്നേക്കാളും അടികളേറ്റവനാണ് ഈ കുരിശെ കിടക്കുന്നത്. എന്നേക്കാളും അടികളേറ്റവനാണ് ഈ കുരിശെ കിടക്കുന്നത്. ആ വികാരിയച്ഛൻ പറഞ്ഞു കൊടുത്തു, മോളെ, ഇത് നിനക്ക് വേണ്ടി അടികളേറ്റ, നിന്നെ രക്ഷിക്കാൻ വേണ്ടി അടികളേറ്റ ഒരുവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളൂ. നിന്റെ ജീവിതാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോരുത്തരും ശ്രദ്ധിക്കണേ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം,
നിങ്ങൾ ആരു തന്നെയാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ കയ്പ് നിറഞ്ഞ അനുഭവത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും, വിശുദ്ധ കുരിശിൽ കിടക്കുന്ന യേശു നിന്നോട് പഠിപ്പിക്കുന്ന പാഠം, നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ അടികളേറ്റത്, നിനക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് മനസ്സിലാക്കാൻ ഒരു വചനഭാഗം വായിച്ചോളൂ. തിമോത്തിയോസിന് എഴുതിയ പുസ്തകം അതിന്റെ 2-ാം അധ്യായം 5ഉം 6ഉം തിരുവചനം ഒന്ന് വായിച്ചാലോ. 1 Timothy chapter 2 verse 5 and 6. 1 തിമോത്തിയോസ് 5ഉം 6ഉം തിരുവചനം. എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. യെസ്, അടുത്ത വചനം കൂടെ വായിച്ചോളൂ. അവൻ എല്ലാവർക്കും വേണ്ടി കണ്ടോ വചനം പഠിപ്പിക്കുന്നത്, അവൻ എല്ലാവർക്കും വേണ്ടി, കുറച്ചു പേർക്ക് വേണ്ടി മാത്രമല്ലെന്ന്, കുറച്ചു പേർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. യേശു എല്ലാവർക്കും വേണ്ടിയാണ്. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, യേശു നിനക്ക് വേണ്ടിയാണ്. പറഞ്ഞു കൊടുത്തേ. ഇങ്ങനെയാണോ പറയണേ? അതിന് തോന്നണ്ടേ എനിക്ക് വേണ്ടിയാണെന്ന്. ആ വ്യക്തിയുടെ കൈ പിടിച്ചൊന്ന് കുലുക്കിക്കൊണ്ട് പറ, യേശു നിനക്ക് വേണ്ടിയാണ്. പറഞ്ഞു കൊടുത്തേ. യേശു നിനക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ കുരിശിൽ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നു ചിന്തിക്കുകയാണ്, ഇല്ല എനിക്ക് വേണ്ടിയല്ല, കാരണം ഞാൻ അതിനുമേലും പാപം ചെയ്തിട്ടുണ്ട്, ഞാൻ അതിനുമേലും തെറ്റായ തീരുമാനത്തിലൂടെ പോയിട്ടുണ്ട്, ഞാൻ അതിനുമേലും ജീവിതത്തിൽ പരിത്യക്തനാണ്. ആയിക്കോട്ടെ, നീ എത്ര വലിയ ചതിക്കുഴിക്കകത്താണ് കിടക്കുന്നതെങ്കിലും, എത്ര ഭീകരമായ തകർച്ചയിലൂടെ കടന്നു പോകുന്നെങ്കിലും, എത്ര വലിയ പാപകരമായ അവസ്ഥയിലാണെങ്കിലും, വചനം നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പെന്താണെന്നറിയോ? നിനക്ക് വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മക്കീത്ത എന്ന് പറയുന്ന പെണ്ണ് കുരിശിലേക്ക് നോക്കിയപ്പോൾ ആ കുരിശ് അവളോട് സംസാരിച്ചു, മോളെ നിനക്ക് വേണ്ടിയാണ് ഞാൻ കുരിശിൽ മരിച്ചത്. ഹെബ്രായ ലേഖനം, ബൈബിൾ തുറന്നൊന്ന് വായിച്ചേ. ഹെബ്രായ ലേഖനം അതിന്റെ സുന്ദരമായ വചനം 4-ാം അധ്യായം 15ഉം 16ഉം തിരുവചനം ഒന്ന് വായിച്ചാലോ. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 15 and 16. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15ഉം 16ഉം തിരുവചനം. കിട്ടിയോ? തുറന്ന് വായിച്ചു നോക്കി. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15ഉം 16ഉം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. കണ്ടോ, അതായത് നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊപ്പം സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, അത് മനസ്സിലാക്കാൻ, ആ ബലഹീനതയിൽ നിന്നോടൊപ്പം ചേർന്നിരിക്കാൻ കഴിയാത്തൊരു പുരോഹിതനല്ല. എന്നിട്ടോ വായിച്ചടുത്ത വചനം. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും ഒരു പാപം ചെയ്തിട്ടില്ലെങ്കിലും നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോ നിന്നോട് പറയുന്നു, നിന്നെപ്പോലെ തന്നെ ഒത്തിരി സഹിച്ച് നിനക്ക് വേണ്ടി കുരിശിൽ കിടക്കുന്നവനാണ് അവൻ. ഹെബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായം 18-ാം തിരുവചനം ഒന്ന് വായിച്ചേ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യം പഠിപ്പിക്കുകയാണ് ഹെബ്രായ ലേഖകൻ. ആരാണ് എൻ്റെ ജീവിതത്തിൽ ഈശോ? ഹെബ്രായ ലേഖനം 2:18, 2-ാം അധ്യായം 18-ാം വചനം വായിച്ചോ. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുന്നു. കണ്ടോ, അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തത് കൊണ്ട് എന്താ മെച്ചം? എന്താ മെച്ചം? ഇപ്പൊ വായിച്ച വചനം, അവൻ പരീക്ഷിക്കപ്പെടുകയും സഹിക്കുകയും ചെയ്തത് കൊണ്ട് എന്താ മെച്ചം? പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമെന്ന്. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ, അപ്പച്ച ശ്രദ്ധിച്ചോ, അപ്പച്ചന്റെ കണ്ണുനീര് എന്താണോ ആ കണ്ണുനീര് ആർക്കറിയാം? ഈശോക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കടന്നു പോകുന്ന അവസ്ഥ എന്താണോ അത് ഈശോയ്ക്ക് നന്നായി മനസ്സിലാകും. കാരണം അവൻ നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 2-ാം തിരുവചനം ഒരു കാര്യം കൂടെ പഠിപ്പിക്കുന്നു. വായിച്ചേ. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 2. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 2-ാം തിരുവചനം. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുവാൻ അവന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അജ്ഞരോടും വഴിതെറ്റിയവരോടും
അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഓരോ വ്യക്തിയും വിശ്വസിക്കണം, എന്റെ സ്വഭാവത്തിലെ കുറവുകൾ, എന്റെ ഉള്ളിലുള്ള മുറിവുകൾ ഒരുപക്ഷെ പുറത്തൊരു മനുഷ്യന് പോലും മനസ്സിലാകുന്നില്ല, എന്നാൽ കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് നന്നായി മനസ്സിലാകും. ബക്കീത്ത എന്ന് പറയുന്ന പെണ്ണ് ഈ കുരിശെ നോക്കിക്കൊണ്ട് അവൾ ഇങ്ങനെ നിൽക്കുന്ന സമയം ആ കുരിശ് അവളോട് സംസാരിച്ചു. അവൾക്ക് മനസ്സിലായി, ഈ കുരിശിൽ കിടക്കുന്നവൻ എന്നേക്കാളും ദാരിദ്ര്യത്തിൽ പിറന്നവനാണ്. അവൻ ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. ഞാൻ അടിമയാണെങ്കിലും എനിക്കൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ഈ കുരിശെ കിടക്കുന്നവൻ അടക്കം ചെയ്യപ്പെട്ടത് വാടകയ്ക്കെടുക്കപ്പെട്ടൊരു കല്ലറയിലാണ്. സ്വന്തമായിട്ടൊരു സ്ഥലം പോലുമില്ല ഇവൻ അടക്കാനായിട്ട്. ഈ കുരിശിൽ കിടക്കുന്നവൻ ഭ്രാന്തനെന്ന് മുദ്ര കൊത്തപ്പെട്ടവനാണ്. ഈ കുരിശിൽ കിടക്കുന്നവൻ മറ്റുള്ളവരാൽ കല്ലെറിയപ്പെടേണ്ട പല സാഹചര്യങ്ങൾ ഇങ്ങനെ തുടങ്ങി ഈ പെണ്ണിന്റെ ഉള്ളിലേക്ക് ചില ചിത്രങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഈശോ അവളോട് സംസാരിച്ചു. അവൾക്ക് മനസ്സിലായി, എന്നേക്കാളും സഹിച്ച ഒരുവൻ, എന്നേക്കാളും വലിയ അടിമ ഇവനാണ് എൻ്റെ ദൈവം. കാരണം ഈ ദൈവത്തിന് എന്നെ മനസ്സിലാക്കാൻ പറ്റും. സങ്കീർത്തനം 34 അറിയാവുന്നൊരു വചനമാണ്. സങ്കീർത്തനം 34 അതിൻ്റെ 5-ാം വചനം, വളരെ പരിചിതമായൊരു വചനം. ഏതാ വചനം? സങ്കീർത്തനം 34:5. അവനെ നോക്കിയവർ പ്രകാശിതരായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലത് ഇടതു ഇരിക്കുന്നവർ കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, യേശുവിനെ നോക്കിയവൻ പ്രകാശിതനായി. പറഞ്ഞു കൊടുത്തേ, യേശുവിനെ നോക്കിയവൻ പ്രകാശിതനായി. ആ, നീ നോക്കേണ്ടത് ആരെയാ? പറ, വാ തുറന്നു പറ. യേശുവിനെ നോക്കണം. നിന്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നീ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. നാട്ടുകാരുടെ മുഖത്തേക്കും ചുറ്റുവട്ടത്തേക്കും നോക്കിക്കൊണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കുള്ളൂ. നീ നോക്കേണ്ടത് യേശുവിന്റെ മുഖത്തേക്കാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കഴിഞ്ഞ ദിവസം 1-2 ആഴ്ചയായിട്ടുണ്ട്, ഒരു കുടുംബം അപ്പനും അമ്മയും മകനും കൂടെ പ്രാർത്ഥിക്കാൻ വന്നു. മകൻ എഞ്ചിനീയറിംഗ് പഠനം 1-ാം വർഷം പകുതിക്ക് വെച്ച് നിർത്തി വീട്ടിൽ ഇരിക്കുന്നു. അവനെ പിടിച്ച് വലിച്ചോണ്ടാണ് ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്, അപ്പനും അമ്മയും കൂടെ. അവനിതൊന്നും താല്പര്യമില്ല. അവനെയും കൊണ്ട് മുമ്പിൽ നിർത്തിക്കൊണ്ട് എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ അപ്പനും അമ്മയും കൂടെ പറയുന്നു, അച്ഛാ ഇവനൊക്കെ എന്നാ ചെയ്യേണ്ടത്? അച്ഛാ ഇവനൊക്കെ എന്നാ ചെയ്യേണ്ടത്? പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പം പറയാ, ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് അച്ഛൻ അഡ്മിഷൻ മേടിച്ചത്. ഈ ചെറുക്കന് ഇതിന്റെ വല്ല വിലയേറിയോ? ഇവൻ എന്താ ഇങ്ങനെ തുടങ്ങുന്നേ? അച്ഛൻ ഇവനെയൊക്കെ എന്നാ ചെയ്യേണ്ടത്? എൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ ചെറുക്കനെ ഉണ്ടല്ലോ, ഈ കോടതി കയറ്റി നിർത്തിക്കൊണ്ട് വക്കീലന്മാർ ചോദിക്കുന്ന പോലെ പറയുന്ന പോലെ ഇവനെ അങ്ങോട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ശരിക്കും അങ്ങോട്ട് ആക്രോശിക്കുന്നു അപ്പനും അമ്മയും കൂടെ. ഇവന്റെ നിപ്പ് ഞാൻ നോക്കി, ഇവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവന്റെ ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ ഇങ്ങനെ ഞെരിഞ്ഞോണ്ടിരിക്കുക. എനിക്ക് മനസ്സിലായി, ഇതടി പൊട്ടും. ആക്രോശം കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നേ, നിങ്ങൾ ആ നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ അവനെ വിളിച്ച് മാറ്റിയിരുത്തി കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് സാവധാനം ഇങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ചോദിച്ചു, ഇത് എന്തുവാടെ, എന്നാ പറ്റിയ? അവൻ പറഞ്ഞു, അച്ഛാ എഞ്ചിനീയറിംഗ് പഠനം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പലതവണ പറഞ്ഞു വീട്ടിൽ, എന്നെ കൊണ്ട് ആക്കല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ അപ്പന് അഭിമാനം, ദുരഭിമാനാണ് അച്ഛൻ, ദുരഭിമാനം. അപ്പൻ്റെ സഹോദരങ്ങളിൽ സഹോദരൻ്റെ മക്കൾ ചിലർ എഞ്ചിനീയറാണ്, അതുകൊണ്ട് എൻ്റെ മകനെ എഞ്ചിനീയർ ആക്കണം. അച്ഛാ എനിക്ക് എഞ്ചിനീയർ ആകാനുള്ള കഴിവില്ല, എനിക്ക് വേറെ പലതും ഇഷ്ടമാണ്, പക്ഷെ സമ്മതിക്കണ്ടേ? എന്നെ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടാക്കി. അച്ഛാ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിർത്തിപ്പോന്നത്. അച്ഛാ എൻ്റെ ഈ അപ്പനും അമ്മയും എന്നെ എപ്പോഴെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചിരുത്തിയിട്ട് എന്നോട്, എടാ നിനക്കിഷ്ടമുള്ളത് ഏത് വിഷയമാടാ, എടാ നിനക്കാരാവാനാടാ ആഗ്രഹം, ഒരു വാക്ക് ചോദിക്കണ്ട അച്ഛാ. ഇന്നോളം ചോദിച്ചിട്ടില്ലെന്ന്. ഇവർ 24 മണിക്കൂർ എന്നെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആക്രോശം, വഴക്ക് മാത്രം. അച്ഛാ ഞാൻ മടുത്തു. ഇനിയിപ്പോ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് അപ്പം പറഞ്ഞു കേട്ടില്ലേ, എടാ വായിൽ എന്നാടാ പഴാണോ, മിണ്ട്. ഞാൻ മിണ്ടിയാലോ? അപ്പം പറയും, നീ തർക്കുത്തരം പറയുന്നു. മിണ്ടണോ മിണ്ടണ്ടേ? മിണ്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പം? വായി പഴമാണോ? മിണ്ടിയാൽ തർക്കുത്തരം പറയുന്നു. അച്ഛാ മിണ്ടണോ മിണ്ടണ്ടേ? ഞാൻ നീ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഞെരിവിരി കൊള്ളു അച്ഛൻ, ഞെരിവിരി. ഞാനിതൊക്കെ പറയുമ്പോഴത്തേക്ക് ദൂരങ്ങളിലൊന്നും അല്ല, ഇവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും നിന്റെ വീട്ടിലെ കാര്യം,
ഈ അഭിഷേക നിറവിന്റെ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു ചേച്ചി എൻ്റെ അടുക്ക ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് പറഞ്ഞത്, അച്ഛൻ അറിഞ്ഞായിരുന്നു നേപ്പാളിൽ കലാപം നടക്കുന്നു. ഞാൻ പറഞ്ഞു, അറിഞ്ഞു ചേച്ചി, ഭയങ്കര വിഷമം. അച്ഛാ, നേപ്പാളിലെ കലാപം ഒന്നും കലാപമല്ല. അച്ഛന് കലാപം കാണണമെങ്കിൽ എൻ്റെ വീട്ടിൽ വാ. നിങ്ങൾ അറിഞ്ഞായിരുന്നു നേപ്പാളിൽ കലാപം? ഇല്ലേ? ഇങ്ങനെ ഇരുന്നു. അറിഞ്ഞോ? അറിഞ്ഞവർ ഒന്ന് കൈവക്കാവോ നേപ്പാളിൽ? ദൈവം, കുറേ പേരുണ്ട്. ചോദിച്ചോട്ടെ, ആരാ നേപ്പാളിൽ കലാപം ഉണ്ടാക്കിയത്? അറിയാവുന്ന എന്ത് പൊട്ടത്തരം പറയാം, പറഞ്ഞോ. ആരാണാവോ നേപ്പാളിൽ കലാപം ഉണ്ടാക്കിയത്? പട്ടാളക്കാരോ? അല്ലല്ല, അവർക്കൊരു പേരുണ്ട്. ഒരാളൊന്നും അല്ല, അവർക്കൊരു പേരുണ്ട്. വല്ല പിടിപാടുണ്ടോ? ജാൻസിയോ? ജാൻസി അല്ല, ജെൻസി. ആരാണ് പറഞ്ഞേ? ജെൻസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജനറേഷൻ ഇസഡ് എന്ന് പറയും. ജനറേഷൻ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൂം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് കൊറോണ കാലത്തൊക്കെ സൂം മീറ്റിംഗ്, പല സ്ഥലത്തെയും പ്രാർത്ഥനകളൊക്കെ സൂമിലൂടെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ വേർഡാണ് ജനറേഷൻ ഇസഡ്. അതിനെ ഷോർട്ട് ഫോം ആണ് ജെൻസി എന്ന് പറയും. എന്താണ് ജെൻസി? 1997 2012 ഇടയ്ക്ക് ജനിച്ചവരെ വിളിക്കുന്ന പേരാണ് ജെൻസികൾ. 1997 2012 ഇടയ്ക്ക് ജനിച്ചവർ ഒന്ന് കൈപൊക്കാവോ? ജെൻസികൾ ആരുമേ ഇല്ല. ഒരു ജെൻസിനെങ്കിലും 1997 2012 ഇടയ്ക്ക് ജനിച്ചവർ. ചിലർ ആലോചിക്കൂ, എന്നാ ജനിച്ച ദൈവമേ? 1997 2012 ഇടയ്ക്ക് ജനിച്ചവർ കൈപൊക്കൂ. കുറച്ച് പേരുണ്ട്. ഇവരാണ് എന്തുണ്ടാക്കിയത്? കലാപം ഉണ്ടാക്കിയവരായിരിക്കുന്നത്. അവിടെ നിന്ന് ഒളിച്ചോടി വന്നിരിക്കുക. ഇങ്ങോട്ട് നോക്കിക്കേ, ജെൻസികൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13 വയസ്സിനും 28 വയസ്സിനും ഇടയ്ക്കൊക്കെയുള്ള പ്രായമുള്ളവർ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന വേറെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് പേരൊന്നുമില്ലേ? ഉണ്ടെന്ന്, എല്ലാവർക്കും പേരുണ്ട്. 2012 ശേഷം ജനിച്ചവരെ വിളിക്കുന്നത് ജനറേഷൻ ആൽഫ എന്നാണ്. ജനറേഷൻ ആൽഫ. ഈ 2025 മുതൽ ജനിച്ചവരെ വിളിക്കുന്ന പേര് ജനറേഷൻ ബീറ്റ എന്നാണ്. അതിനു മുമ്പ് 1997 മുമ്പ് ജനിച്ചവരെ വിളിക്കുന്നത് മില്ലേനിയൽസ് എന്നാണ്. അതിനും തൊട്ട് മുമ്പുള്ളവരെ വിളിക്കുന്ന പേര് ജനറേഷൻ വൈ എന്നാണ്. ഇങ്ങനെ കുറെ പേരുകളുണ്ട്. വിഷമിക്കണ്ട. ഒരു കാര്യം അറിയാനാണ് ഒരു കാര്യം പഠിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്ത് എന്ത് സംഭവിച്ചെന്നറിയോ? അവിടുത്തെ അധികാരികൾ ധൂർത്തർ, അഴിമതിക്കാർ, ജെൻസികൾ എന്ന് പറഞ്ഞ ന്യൂ ജനറേഷനിൽപ്പെട്ടവർ, ഈ അഴിമതിക്കെതിരെ, ധൂർത്തിനെതിരെ അവര് സോഷ്യൽ മീഡിയയിൽ എഴുതാൻ തുടങ്ങി, ചിത്രങ്ങൾ ഇടാൻ തുടങ്ങി, ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും എല്ലായിടത്തും അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അധികാരികൾ അസ്വസ്ഥരായി. അവരവസാനം എന്ത് ചെയ്തു? അധികാരികൾ ഒരു തീരുമാനമെടുത്തു, നമ്മുടെ രാജ്യത്ത് സോഷ്യൽ മീഡിയ നിരോധിക്കുന്നു. അങ്ങനെ അവർ വാട്സപ്പും ഫേസ്ബുക്കും ഇതെല്ലാം കൂടെ നിരോധിച്ചു. നിരോധിച്ച രാത്രിയിൽ 10,000-കണക്കിന് ജെൻസികൾ റോട്ടിലോട്ടിറങ്ങി. ആ റോട്ടിലോട്ടിറങ്ങിയിട്ടുള്ള പ്രതിഷേധ യോഗത്തിന് നേരെ ലോക്കൽ പോലീസ് വെടിവെച്ചു. അതിനെതിരെ ഇവർ പ്രതിഷേധം കൂടി. രാത്രിക്ക് രാത്രി 1000-കണക്കിന് നേപ്പാളിലെ എല്ലാ ജെൻസികളും യുവതലമുറ റോട്ടിലോട്ടിറങ്ങി. പിറ്റേ ദിവസം അവർ പാർലമെന്റ് മന്ദിരം കത്തിച്ചു. അധികാരികളെ ആ രാജ്യത്ത് നിന്നും തുരത്തി ഓടിച്ചു. പിറ്റേ ദിവസമാണ് പട്ടാളം പ്രവേശിക്കുന്നത്. പിന്നീട് അധികാരം മാറിയിരിക്കുന്നു. ഇതൊക്കെ ഞാനിവിടെ സൂചിപ്പിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, നിന്റെ വീട്ടിലും നിന്റെ പരിചയത്തിലും ചില ജെൻസികൾ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ, ഓർത്തോണം. ബോംബ് പോലെ പൊട്ടാനിരിപ്പുണ്ട് ചില വീടുകളിൽ. പ്രഷർ കുക്കർ പോലെ ഇങ്ങനെ ഇരിക്കും. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കണ്ടവനുണ്ടല്ലോ, നമ്മുടെ എഞ്ചിനീയറിംഗ് പഠനം 1-ാം വർഷം നിർത്തിയവനെന്ന് പറഞ്ഞവൻ, അവനിങ്ങനെ കൈ ഞെരിക്കുമ്പോൾ ഞാൻ കണ്ടു അവൻ്റെ ഉള്ളിൽ അത്രമേലൊരു പ്രതിഷേധമുണ്ട്. അവൻ പൊട്ടിത്തെറിക്കും. അവൻ മുറിവേറ്റവനാണ്, അവൻ അസ്വസ്ഥനാണ്. ഈ മുറിവുകളെ സുഖപ്പെടണം, അല്ലാതെ ഈ മുറിവ് ഏൽപ്പിച്ചോണ്ടിരിക്കാനല്ല. ഇപ്രകാരമുള്ള അഭിഷേക നിറവിന്റെ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത് എൻ്റെ ഉള്ളിലും നിന്റെ വീട്ടിലും. ഇപ്രകാരം മുറിവേറ്റവർക്ക് ഒരു സൗഖ്യപ്പെടൽ ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സൗഖ്യം എങ്ങനെ ലഭിക്കും? യൂട്യൂബിൽ നിന്ന് കിട്ടത്തില്ല, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടത്തില്ല, 24 മണിക്കൂറും ടെലിവിഷനിലെ വാർത്ത കേട്ടോണ്ടിരുന്ന കിട്ടത്തില്ല. മറിച്ച് നിനക്ക് ലഭിക്കുന്നത് കുരിശിൽ കിടക്കുന്ന യേശുവിലൂടെയാണ്. ശ്രദ്ധിപ്പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു വചനം നന്നായിട്ടൊന്ന് പഠിച്ചു വായിച്ചാലോ? എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം
അതിൻ്റെ 11 മുതലുള്ള വചനം നല്ല സുന്ദരമായ ഒരു വചനമാണ്. വായിച്ചു പഠിക്കണം. ബുക്ക് ഓഫ് എസക്കിയേൽ ചാപ്റ്റർ 37 37 അധ്യായം അതിൻ്റെ 11, 12, 13, 14 നല്ല വചനങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എനിക്കും നിനക്കും ഒരുപോലെ ആവശ്യമുള്ള വചനമാണ്. വായിക്കാം. 37 ചാപ്റ്റർ 37 വേഴ്സ് 11 11 വചനം വായിച്ചോളൂ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ പലരുടെയും അവസ്ഥ, വീട്ടിലെ അവസ്ഥ. ഞങ്ങൾ നശിച്ചിരിക്കുന്നു, ഞങ്ങളിനി എങ്ങനെ രക്ഷപ്പെടും? എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാനിനി എന്ത് ചെയ്യും? അടുത്ത വചനം വായിച്ചേ. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും, ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. കണ്ടോ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഈ ദിവസം നൽകുന്ന വാഗ്ദാന വചനമായിട്ട് ഇതിനെ സ്വീകരിച്ചോണേ. ബുക്ക് ഓഫ് എസക്കിയേലിന്റെ പ്രവചനം 37 അധ്യായം 12 തിരുവചനം. എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. നിന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന, നിന്റെ ജീവിതത്തിൽ മുറിവുകൾ കൊണ്ട് നിന്നെ കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുന്ന ഏതവസ്ഥയുമായിക്കൊള്ളട്ടെ, ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ആമേൻ പറഞ്ഞേ. നിന്റെ സ്വഭാവം മാറുമെന്ന്, നിന്റെ വീട്ടിലെ അന്തരീക്ഷം മാറുമെന്ന്. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഭാഗമായി നീ നെഞ്ചിലേറ്റണം. യെസ്, ഇവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 2 വർഷം മുമ്പ് ഡൽഹിയിലെ ധ്യാന മന്ദിരത്തിൽ, ഞാൻ 8 വർഷം ഡൽഹിയിലായിരുന്നു. ഡൽഹിയിലെ ധ്യാന മന്ദിരത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു ഭാര്യ എൻ്റെ മുമ്പിൽ കരഞ്ഞോണ്ട് പറഞ്ഞ, അച്ഛാ, മലയാളിയായ ഭാര്യ പറയാ, നേഴ്സാണ്, അച്ഛാ, ഭർത്താവ് മദ്യപാനിയാണ്, ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല, ഫുൾ ടൈം കുടിയും വലിയും മാത്രം, ധ്യാനത്തിനൊന്നും വരത്തില്ല അച്ഛാ, ധ്യാനത്തിനൊന്നും വരത്തില്ല. 2 വർഷം. ഈ സ്ത്രീ കണ്ണുനീരോടുകൂടി ഞാൻ പറഞ്ഞു, ചേച്ചി ഇവിടെ ഇരുന്നു കൊണ്ട് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. ധ്യാനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കുമ്പസാരം കഴിഞ്ഞ ദിവസം ആ സ്ത്രീ കണ്ണുനീരോട് യേശുവിന്റെ മുമ്പിലിരുന്ന്, എൻ്റെ ഈശോയെ, എൻ്റെ ഭർത്താവിൻ്റെ മേൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഭർത്താവ് ഒരു ബാറിൽ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഭാര്യ എവിടെ? ഭാര്യ ധ്യാന കേന്ദ്രത്തിൽ ഇരുന്ന് ഈശോയെ എന്ന് വിളിക്കുന്നു. നിങ്ങളെപ്പോലെ ഇവിടെ ഇരുന്നുകൊണ്ട് ഈശോയെ എന്ന് വിളിക്കുന്നത് പോലെ ആ സ്ത്രീ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് ബാറിൽ ഇരുന്ന് മദ്യപിക്കുന്നു കൂട്ടുകാരുടെ കൂടെ. പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭർത്താവിന് ഈ അങ്ങ് ദൂരെ ഇരുന്ന് ധ്യാന കേന്ദ്രത്തിൽ ഇരുന്ന് ഈശോയെ എന്ന് വിളിക്കുന്ന ആ സ്ത്രീയുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് വിശ്വസിച്ചുകൊള്ളൂ. ഭർത്താവിന് ഈ മദ്യം നിറച്ചു വെച്ച ഗ്ലാസ്സിൽ പിടിക്കാൻ പറ്റുന്നില്ല. ഇയാളുടെ കൈ കടന്ന് വിറയ്ക്കുന്നു. ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ? ഇയാളുടെ കൈ കടന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഇയാൾ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. ബാറിൽ നിന്ന് ഇയാൾക്ക് ഇറങ്ങേണ്ടി വന്നു. വീട്ടിൽ വന്നു, അസ്വസ്ഥനായി. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം രാവിലെ ധ്യാന മന്ദിരത്തിൽ ഈ മനുഷ്യനെത്തി. ഇന്നലെ മുതൽ എൻ്റെ കൈ കടന്ന് വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ ഭാര്യ എനിക്കെതിരെ ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട്, അവളെ ഒന്ന് കാണണം, അല്ലെങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പം? അവളാണ്, അവളെ ഒന്ന് കാണണം. ധ്യാനമന്ദിരത്തിലിരുത്തി വചനം കേട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി. നല്ലൊരു കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസം 5 പാക്കറ്റ് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. 5 പാക്കറ്റ് സിഗരറ്റ് മദ്യപിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ആ ശുശ്രൂഷയോടുകൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മദ്യത്തോടും ഇപ്രകാരമുള്ള സകല ദുശീലങ്ങളിലും വിട്ടുപോയെന്ന് മാത്രമല്ല, ഞാനിത് പറയാൻ കാരണം, ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. അച്ഛാ, ഞാനിപ്പോൾ ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് എത്തിയിരിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ ജോലി കിട്ടി. അച്ഛാ, സന്തോഷകരമായ കാര്യം, ഞാൻ ഇവിടെ ഒരു പ്രയർ ഗ്രൂപ്പിന്റെ ലീഡറാണ്. ഹല്ലേലൂയാ. ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഇയാൾ വചനം പറയാൻ പോകുന്നു. അച്ഛൻ എന്നെ ഒന്ന് ആശീർവദിച്ചേ. കാരണം 2 വർഷം മുമ്പ് ഞാൻ അവിടെ വന്നാണ് അഭിഷേകം സ്വീകരിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇരുന്നു കൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ പോലും അറിയാതെ നിന്റെ വീട്ടിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ?
ഇവിടെ ഇരുന്നു കൊണ്ട് നീ ഈശോയെന്ന് വിളിക്കുമ്പോൾ നിന്റെ മകനോ മകളോ ജീവിത പങ്കാളിയോ സഹോദരനോ സഹോദരി ആരും ആവട്ടെ, വിദേശങ്ങളിലായിരിക്കും, എവിടെയാണെങ്കിലും അവരായിരിക്കുന്നിടത്ത് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ കിടക്കുന്ന കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വചനം നിന്നെ പഠിപ്പിക്കുകയാണ്. ആ വചനം ഒന്ന് വായിച്ചു നോക്കിയേ. എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം 12-ാം തിരുവചനം. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും, ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. ഹല്ലേലൂയാ. തൊട്ടടുത്ത വചനം, എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ. ഇത് സംഭവിക്കുമ്പോൾ നീ അറിയും, യെസ്, ഇറ്റ് ഈസ് മൈ ജീസസ്. ഇതെന്റെ ജീവിതത്തിൽ ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്തിനാ? ഇതെന്നെ വിശുദ്ധീകരിക്കാനാ. നിനക്ക് ഇന്ന് ചില മുറിവുകളിലൂടെ കടന്നു പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇതെന്തിനാ? നിനക്കുണ്ടാവുന്ന മുറിവുകളും സങ്കടങ്ങളും നിന്നിലൂടെ കർത്താവ് ചില വിശുദ്ധീകരണം നിന്റെ കുടുംബത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരെ, ഒരുപക്ഷെ നിങ്ങളുടെ സ്വപ്നത്തിൽ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു ഭർത്താവായിരിക്കും നിനക്കുള്ളത്. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഭാരമേറിയിട്ടുള്ള ഒരു അനുഭവം നിനക്കുണ്ടാവും. പക്ഷെ നീ ഓർക്കണം, എന്തിന് നിനക്ക് ഈ ഭർത്താവിനെ തന്നു? നിന്നിലൂടെ, നിന്റെ വീട്ടിൽ, നിന്നിലൂടെ നിന്റെ ഭർത്താവിൽ ചില കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. ആമേൻ. പറ ആമേൻ, ആമേൻ, ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിച്ചോണം, ഞാൻ എന്തിനാ ഇങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്? എന്നിലൂടെ ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടാനുണ്ടെന്ന്. ആമേൻ. എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ, ഈ അച്ഛന് മദ്യപാനികളോട് ഭയങ്കര സ്നേഹമാണ്. ആരോട്? മദ്യപാനികളോട്. മദ്യപാനിനെ എവിടെ കണ്ടാലും ഈ അച്ഛൻ പുറകെ പോയി വട്ടമിട്ട് ഇയാളെ പിടിക്കും, ഇയാളെ സ്നേഹിക്കും. മദ്യപാനികളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട പരിപാടിയല്ല. പക്ഷെ ഈ അച്ഛൻ സ്നേഹിക്കും. ഈ അച്ഛൻ ഇതിനെയും കൊണ്ടുവരും. മദ്യപാനികളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ തലവേദനയാണ്, വലിയ ഭാരം. പക്ഷെ ഈ അച്ഛന് ഒരു വലിയ ആനന്ദമാണ്. ഒരിക്കലും ഈ അച്ഛനോട് ഞാൻ ചോദിച്ചു, എൻ്റെ അച്ഛൻ ആവശ്യത്തിലധികം തലവേദന ഉണ്ടല്ലോ, ഈ തലവേദന എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ പുള്ളി എന്നെ നോക്കി ഒരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഇത് തലവേദന അല്ല അച്ഛാ. ഞാൻ പറഞ്ഞു, ഇത് തലവേദനയാ. കാരണം പറഞ്ഞാൽ കേൾക്കണ്ടേ. ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അവിടെ പോയി കഴിഞ്ഞ് ഇങ്ങോട്ട് പോകും. ഇതിനൊക്കെ എന്ത് ചെയ്യും? പറഞ്ഞാൽ ഒന്നും കേൾക്കുന്നില്ല. ശരിയാ അച്ഛാ, ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ അച്ഛാ, ഈ മദ്യപാനിനെ കാണുമ്പോൾ ഉണ്ടല്ലോ, അച്ഛൻ പറയാ, എൻ്റെ അപ്പൻ്റെ മൊഹ. എന്നിട്ട് ഈ അച്ഛൻ പറഞ്ഞു, എൻ്റെ ബാല്യകാലത്ത് ഞാൻ കണ്ട എൻ്റെ അപ്പൻ, കുടിച്ചു കൂത്താടി നടക്കുന്ന അപ്പൻ, മദ്യപാനാച്ച, നാണക്കേട്. ചെറുപ്പത്തിൽ ഞാൻ പള്ളിയിൽ അൾത്താര ശുശ്രൂഷയായിരുന്നു. എല്ലാവരും എന്നെ കളിയാക്കും, ദേ വന്ന് നിൽക്കുന്നു മദ്യപാനിയുടെ മകൻ, കള്ളുകൂടി എൻ്റെ മകൻ. പള്ളിപ്പെരുന്നാൾ നടക്കുമ്പോൾ അച്ഛ എൻ്റെ നെഞ്ചിൽ അസ്വസ്ഥതയാണ്. കാരണം പള്ളിയിൽ പ്രദക്ഷിണത്തിന് വഴക്കുണ്ടാക്കുന്ന എൻ്റെ അപ്പനാ, ഉറപ്പ്. പള്ളിയിൽ എല്ലാവരും എന്നെ കളിയാക്കും. അച്ഛാ, ഞാൻ വൈദികനായി, എൻ്റെ അപ്പൻ ഇപ്പം മദ്യപാനമൊക്കെ നിർത്തി. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു തീരുമാനമുണ്ട്, എൻ്റെ അപ്പൻ കടന്നുപോയ ആ വഴിയിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകാതിരിക്കാൻ. ആ അപ്പൻ്റെ വിഷമം, അപ്പൻ കടന്നുപോയ കാലഘട്ടത്തിൽ ഞാൻ കണ്ട എൻ്റെ വിഷമം പോലെ അനേകം മക്കളുടെ ഉള്ളിലുണ്ടാകും. അവർ വിഷമിക്കാതിരിക്കാൻ, എനിക്കുണ്ടായ അനുഭവം ഇനി മറ്റുള്ളവർക്കുണ്ടാകാതിരിക്കാൻ, ഈ മുറിവിനെ ഒരു അനുഗ്രഹമാക്കി മാറ്റാനാണ് അച്ഛാ ഞാൻ ഈ മദ്യപാനിയുടെ പുറകെ പോകുന്നത്. പിടികിട്ടുന്നുണ്ടോ? പുരിഞ്ചാച്ച, മനസ്സിലായോ? നിനക്കുണ്ടായ മുറിവ് എന്തിനാന്ന്? നിന്റെ ചെറുപ്പത്തിൽ നിനക്ക് സ്നേഹം കിട്ടിയിട്ടില്ലായിരിക്കും. നിനക്ക് ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നീ പല അവഗണനയോടെ കടന്നു പോകുന്നുണ്ട്. എന്തിനാ നിനക്ക് ഇങ്ങനെയുള്ള ഈ വിഷമങ്ങൾ ഉണ്ടായതെന്ന് ചോദിച്ചാൽ നീ വിശ്വസിക്കണം, എന്നിലൂടെ ചില കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം 14-ാം തിരുവചനം ഒന്ന് വായിച്ചേ. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. ഹല്ലേലൂയാ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞോളൂ. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണിത് പറഞ്ഞതെന്ന് പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. പറഞ്ഞ ഹല്ലേലൂയാ,
ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ അനുഭവങ്ങളെല്ലാം എസെക്കിയേലിന്റെ പ്രവചനത്തിൽ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് കാറ്റടിച്ച് നിന്റെ ജീവിതത്തിലേക്ക് ഒരു ജീവശ്വാസമായിട്ട്, ഒരു പുത്തൻ അഭിഷേകമായിട്ട് നിന്നെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിൾ തുറന്നൊരു സുന്ദരമായ വചനം കൂടെ പഠിച്ച് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം, ബുക്ക് ഓഫ് ലെമന്റേഷൻ, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം, അതിന്റെ 19, 20, 21 വചനങ്ങളൊന്ന് വായിച്ചേ. വിലാപങ്ങളുടെ പുസ്തകം, ബുക്ക് ഓഫ് ലെമന്റേഷൻ, ഒരു കുഞ്ഞു പുസ്തകമല്ലേ, പക്ഷേ അത്ഭുതകരമായ കാര്യമാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വിലാപങ്ങൾ 3-ാം അധ്യായം 19 വായിച്ചോ. എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. കണ്ടോ വചനം പറയാണ്, എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. നിന്റെ ഉള്ളിൽ നീ അനുഭവിച്ച ഓരോ അനുഭവങ്ങളും അത്രമേൽ കൈപ്പേറിയ അനുഭവമാണ്. അടുത്ത വചനം, അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. അതെന്താണെന്ന് വായിക്കൂ. അടുത്ത വചനം 22. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അനുഭവിച്ച മുറിവുകളെ കുറിച്ച് ഓർക്കുന്തോറും വിഷമം, ഓർക്കുന്തോറും സങ്കടം കൂടിക്കൊണ്ടിരിക്കും. പിടികിട്ടുന്നുണ്ടോ? ചിലരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓർത്തോർത്തോണ്ടിരിക്കുക എന്നുള്ളതാണ്. ചിലരെ കണ്ടിട്ടില്ലേ? അവർക്ക് പറയാനായിട്ട് ഒന്നുമില്ല, പറയാനുള്ളത് മുഴുവൻ ഇന്നലകളിലെ അനുഭവങ്ങൾ മാത്രം, കണ്ണുനീര് മാത്രം. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18, 19 തിരുവചനം. ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് വേണ്ടി കർത്താവ് സമ്മാനിക്കുന്ന ഒരു വചനമാണ്. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം ഒന്ന് വായിച്ചേ, തുറന്നേ. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18, 19 തിരുവചനം. 18-ാം വചനം, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇങ്ങോട്ട് നോക്കിക്കേ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണ്ട. അടുത്തിരിക്കുന്ന ആളോട് പറയാൻ കൊള്ളാം, പക്ഷെ ഓർത്തോണ്ടിരിക്കുവല്ലേ. നിങ്ങൾ കൗൺസിലിങ്ങിന് പോകാറുണ്ടോ? ഉണ്ടോന്ന്. എന്നതാ പറയണേ? എന്റെ ദൈവമേ, അച്ഛൻ അറിയോ അച്ഛാ, അന്ന് അങ്ങനെ എന്റെ ദൈവമേ, കഴിഞ്ഞ കാര്യങ്ങൾ. വചനം പറയുന്നു, നിന്റെ ജീവിതത്തിൽ നീ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ഇന്നലകളുടെ കല്ലറകൾ തുറന്ന് നിന്നെ കർത്താവ് പുറത്തോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ നീ ചെയ്യേണ്ട കാര്യം, കഴിഞ്ഞു, അത് കഴിഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിന്റെ അകത്ത് തടവറയിൽ കിടക്കരുത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറ, കഴിഞ്ഞത് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഇവിടെ പറഞ്ഞു വന്നത് യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-ാം തിരുവചനം. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയും പിന്നെയും നിന്റെ ജീവിതത്തിന് മനസമാധാനം വേണമെങ്കിൽ എടുക്കേണ്ട ഒരു നിലപാടാണ് വചനം പഠിപ്പിക്കുന്നത്. പെട്ടെന്നൊരു വചനം എടുത്ത് വായിച്ചേ, സുന്ദരമായൊരു വചനം. അത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26, 27 പഠിച്ചോളൂ. പെട്ടെന്ന് പഠിച്ചേ. ഈ വചനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടും. നമുക്ക് പരിചയമുള്ള ഒരു വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26, 27. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അടുത്ത വചനം കൂടെ വായിച്ചോ. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. ലോകം നൽകുന്നത് പോലെയല്ല. ഈ മണിക്കൂറിൽ നമ്മൾ കേട്ട കാര്യം തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, സാധാരണ ലോകത്തിലുള്ള മനുഷ്യന്റെ മുറിവുകൾ അവൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാണ്. എന്നാൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാനും നീയും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണക്കാരല്ല, മറിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. ശിഷ്യകളാണെങ്കിൽ നമുക്കുള്ള ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് ലോകം നൽകാത്തൊരു സമാധാനം. അത് നമ്മുടെ ഉള്ളിൽ യേശുവിന്റെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവ് നിക്ഷേപിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ആമേൻ.